നമസ്കാരം. ഇന്ന് നമുക്ക് നമ്മുടെ കണ്ണൂർ സൈഡിൽ ചായക്കടകളിലും വീടുകളിലൊക്കെ എപ്പോഴും തയ്യാറാക്കിയെടുക്കുന്ന വെട്ട് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അരക്കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അരക്കപ്പ് മൈദക്ക് നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ തുടങ്ങി 1.5 ടേബിൾ സ്പൂൺ വരെ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് റവയാണ്. റവയുടെ അളവ് എന്ന് പറയുന്നത് 1/2 ടേബിൾ സ്പൂൺ. ഇത് അളവ് കൂടി പോകരുത്. റവ 1/2 ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ്. ഏലക്കയുടെ കുരുവും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചിട്ടുള്ളത് 1 ടീസ്പൂൺ. 2 നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഒരിത്തിരി ബേക്കിംഗ് സോഡയോ അതല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറോ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി. ഞാനിവിടെ ബേക്കിംഗ് പൗഡറാണ് 1/4 ടീസ്പൂൺ. ബേക്കിംഗ് സോഡയാണെങ്കിൽ അതിലും കുറഞ്ഞ അളവിൽ ഉപയോഗിച്ചാൽ മതിയാകും. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ബേക്കിംഗ് സോഡയാണെങ്കിൽ ബേക്കിംഗ് പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ബൗളിനകത്തോട്ട് 1/4 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര, അതുപോലെ ഇതിലോട്ടേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. മുട്ടയും പഞ്ചസാരയും പൊടിച്ച പഞ്ചസാരയും നല്ലതുപോലെ അലിഞ്ഞ് യോജിച്ച് വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. 1/2 കപ്പ് മൈദക്ക് 1/4 കപ്പ് പഞ്ചസാര ധാരാളമാണ്. ഇനി ഇതിലോട്ട് ഞാൻ ബട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ എണ്ണയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ ബട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉരുക്കിയ ബട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതൊക്കെ കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കാം. എണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സൺഫ്ലവർ ഓയിൽ, അതായത് മണമില്ലാത്ത ഏതെങ്കിലും എണ്ണ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലോർ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ആദ്യം ഒന്ന് തവി കൊണ്ട് എങ്ങാണ്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഇനി നിങ്ങൾ മാവ് കുഴയ്ക്കുന്ന സമയത്ത് കുറച്ച് ലൂസായി കഴിഞ്ഞാൽ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് നമ്മൾ കുറച്ച് മൈദ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവായിട്ടാണ് നമുക്ക് തയ്യാറായി കിട്ടുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്തും താഴെ ഭാഗത്തൊക്കെ കുറച്ച് എണ്ണയോ ബട്ടറോ തടവി കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു പാത്രത്തിനകത്തോട്ടേക്ക് വെച്ച് കൊടുത്തിട്ട് ഇത് കുറച്ച് സമയം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഒരു 20 മിനിറ്റ് 15-20 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാകും. അതിനുശേഷം നമുക്കിത് കുറച്ച് കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണയോ നെയ്യോ തടവി കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് പതുക്കെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര സൈസിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ ഇഷ്ടമുള്ള ഷേപ്പിൽ. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണമെന്നും യാതൊരു നിർബന്ധമില്ല. ജസ്റ്റ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ബോൾ പോലെ തയ്യാറാക്കി എടുക്കുമല്ലോ, അതുപോലെ ജസ്റ്റ് ബോൾ പോലെ തയ്യാറാക്കി എടുത്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ പൊട്ടി വരും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. നമ്മുടെ സാധാരണ ചായക്കടയിലൊക്കെ കിട്ടുന്നത് ഇങ്ങനെ കുറച്ച് പൊട്ടി വന്നതുപോലെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ റെഡിയാക്കി എടുക്കാം. പക്ഷേ നമ്മളിപ്പോൾ കാണാനൊക്കെ കുറച്ച് ഭംഗിക്ക്, ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാനൊക്കെയാണ് നിങ്ങളിത് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ജസ്റ്റ് വരഞ്ഞു കൊടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ കാണാനും കുറച്ച് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അത് ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് കേട്ടോ. എളുപ്പപ്പണിയാണെങ്കിൽ ഏറ്റവും നല്ലത് ചപ്പാത്തിക്ക് നമ്മൾ കുഴച്ചെടുക്കുന്ന ബോൾ പോലെ തന്നെ ജസ്റ്റ് തയ്യാറാക്കി എടുക്കുക. എന്നിട്ട് എണ്ണയിലോട്ടേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ട് 1/2 കപ്പ് മാത്രമേ നമ്മൾ റെഡിയാക്കിയിട്ടുള്ളൂ. ഇനി എണ്ണ ഫ്രൈ ചെയ്യുമ്പോഴാണ് നമ്മളിതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. നല്ലതുപോലെ എണ്ണ ചൂടാക്കി എടുക്കുക. അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിടാം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒരിക്കലും ഈ ഒരു കേക്ക് ഇതിൻ്റെ മാവ് ഇതിനകത്ത് ഇട്ടിട്ട് ഫ്രൈ ചെയ്യരുത്. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് കളറ് മാറി വരും. പക്ഷേ ഉൾഭാഗമൊക്കെ ഇങ്ങനെ ഒരു ശരിക്കും വേവാത്തത് പോലെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇതിപ്പോൾ അത്യാവശ്യം സമയം എടുത്തിട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് കണ്ടോ, നല്ല ഭംഗിയിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പുറമേയൊക്കെ മൊരിഞ്ഞ് എന്നാൽ ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു പലഹാരമാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ വൈകുന്നേരം ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലെ ടെക്സ്ചർ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.